എല്ലാ കൂട്ടുകാർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണെന്ന് പറയുന്നത് കൂട്ടുകാരെ. എല്ലാ കൂട്ടുകാരും എൻ്റെ ചാനലൊന്ന് കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ലൈക്ക് അടിക്കാനും മറക്കരുത് കൂട്ടുകാരെ. ഇന്ന് ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും മനുഷ്യരാണ്. അന്നേരം ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഇങ്ങനെ ജീവിതയാത്ര ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമുക്കതിൻ്റെ ഇടയ്ക്ക് ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകും. ഇങ്ങനെ ചില അസുഖങ്ങൾ, അതായത് മുട്ടുവേദന, കാലുവേദന, ഭയങ്കര ക്ഷീണം, പല പ്രശ്നങ്ങളും ഒക്കെ ഇങ്ങനെ നമുക്കുണ്ടാകും. അപ്പോൾ നമ്മൾ ചില ഹോസ്പിറ്റലിലൊക്കെ കൊണ്ട് ചെല്ലും. അന്നേരം തൽക്കാലം ഒരു ശാന്തി കിട്ടും. പിന്നെ കുറച്ച് 2-3 ദിവസം കഴിയുമ്പം വീണ്ടും വരും. അങ്ങനെ പല പല അസുഖങ്ങളായിരിക്കും. ഞാൻ ഒരു എക്സാമ്പിളായി പറയുന്നത്, കാരണം 1-2 അനുഭവങ്ങൾ കൊണ്ടാണ്, 3-4 പേരുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഒരാൾക്ക് ഒരിക്കൽ പിന്നെ ഭയങ്കരമായ ക്ഷീണവും എഴുന്നേക്കാൻ പോലും വയ്യ. ആദ്യം ഭയങ്കര ക്ഷീണമായിരുന്നു, പിന്നെ എഴുന്നേക്കാൻ പോലും വയ്യാതെ മാറി മാറി പല ഹോസ്പിറ്റലുകളിലും എല്ലാം കൊണ്ടുപോയി. അവസാനം ഈ രോഗം എന്തുവാണെന്നൊന്നും കണ്ടുപിടിക്കാതെ അങ്ങ് തീരെ അവശ നിലയിലായി. പിന്നെ എടുത്തുകൊണ്ട് പോകണം, അങ്ങനെ അത്രയും അങ്ങ് കണ്ടീഷൻ വഷളായി. അപ്പോഴും ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇങ്ങനെ എന്തെങ്കിലും അസ്വസ്ഥതകളോ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ട് ഒന്നും മാറുന്നില്ലെങ്കിൽ എല്ലാവരും ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ഒരു MRI സ്കാനിങ് അങ്ങ് എടുക്കുക. അപ്പോഴും നമ്മുടെ ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു പേഷ്യൻ്റ് ഇതുപോലെ തീരെ അവശ നിലയിലായപ്പം കുറേ ഹോസ്പിറ്റലുകൾ മാറി മാറി കൊണ്ടുപോയിട്ട് അവർ കണ്ടുപിടിച്ചില്ല കാര്യം. അവസാനം പിന്നെ എന്നാൽ ആ കൊണ്ടുപോയ ഹോസ്പിറ്റലിലൊന്നും പറഞ്ഞില്ല, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഒന്നും പറഞ്ഞില്ല. ചുമ്മാതെ ഏതെങ്കിലുമൊക്കെ മരുന്നുകൾ മാറി മാറി പ്രയോഗിക്കുമ്പം നമ്മുടെ കണ്ടീഷൻ തീരെ വഷളാവത്തേ ഉള്ളൂ. അങ്ങനത്തെ ഒരവസ്ഥ വരാതിരിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ അസുഖത്തിൻ്റെ കറക്റ്റ് കാര്യം കണ്ടുപിടിക്കണം. കറക്റ്റ് കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ ഇതൊക്കെയാണ് മാർഗം. അപ്പോൾ എല്ലാവരും ബ്ലഡും എല്ലാം ടെസ്റ്റ് ചെയ്ത് MRI സ്കാനിങ് എല്ലാം ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ വയനാട്ടിലെല്ലാം ഇത്രയും പ്രശ്നങ്ങളും എല്ലാവരുടെയും മനസ്സിനകത്ത് ഒരു നിശബ്ദതയാണ് അങ്ങ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. മനസ്സിനകത്തും എല്ലായിടത്തും അങ്ങ് തളം കെട്ടി കിടക്കുകയാണ് വിഷമം. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഞാനിതൊന്ന് പറഞ്ഞെന്ന് വെച്ചാൽ, ഇന്ന് രാവിലെ ഞാൻ അങ്ങോട്ട് ജോലിക്ക് പോകുന്ന വഴിക്ക് എൻ്റെ താത്ത കുഞ്ഞിനെ കണ്ടപ്പോഴാണ് പറയുന്നത്. എനിക്ക് അവിടെ മുട്ടിനൊക്കെ വേദന, കാലുവേദന, നടുവേദന, എല്ലാ പ്രോബ്ലം ഉണ്ട്, ഒന്നിനും ഒരു കുറവുമില്ല. അതുകൊണ്ട് MRI സ്കാനിങ്ങിന് എഴുതിയൊക്കെയാണ്. ഞാൻ പറഞ്ഞ അത് തന്നെയാണ് ഏറ്റവും നല്ലത്. അത് ചെയ്ത് നോക്കിയാൽ എന്ത് കാര്യം വേണേലും നമുക്കറിയാൻ പറ്റും. അപ്പോഴും ഒന്നും പേടിക്കണ്ട, കറക്റ്റ് കാര്യം അറിയുമ്പോൾ അതിന് ട്രീറ്റ് ചെയ്താൽ മതിയെന്ന്. ഈ ഒരു കാര്യം കൊണ്ടാണ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഈ സ്കാനിങ്ങിൻ്റെ കാര്യം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അസുഖം വന്നാൽ നമ്മൾ കറക്റ്റ് കാര്യം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താലേ അതിന് നമുക്ക് പരിഹാരം കണ്ടെത്താൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കണ്ടീഷനും വഷളാവും, നമ്മൾ തന്നെ കാണണമെന്നില്ല. അതാണ് പറഞ്ഞത്. ഇത് ഒരാൾക്കല്ല, 2-3 പേർക്ക് ഈ അനുഭവമുണ്ട്. അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ഹെൽത്ത് നോക്കണം. അതാണ്, ഹെൽത്ത് ഉണ്ടെങ്കിലേ ബാക്കി എന്ത് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവരിന്ന് ഇനി പോവുകയാണ്, കറക്റ്റ് കാര്യം എന്താണെന്ന് കണ്ടുപിടിക്കുക. അവർക്ക് തീരെ വയ്യ. അപ്പോൾ ഇതെല്ലാം എല്ലാവരും മനസ്സിലാക്കണം. അങ്ങനെ ഇന്ന് വേറെ ഒരു വിശേഷവും ഇല്ല, ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഇട്ടത് കൂട്ടുകാരെ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഉറക്കമായി കാണും. ഇപ്പോൾ മണി 11 കഴിഞ്ഞു എന്ന് തോന്നുന്നു. എല്ലാവരും വിചാരിക്കും എനിക്ക് ഉറക്കമൊന്നും ഇല്ലെന്ന്. എനിക്ക് ഉറക്കമൊക്കെ ഉണ്ട്, പക്ഷേ നേരത്തെ ഉറങ്ങിയാൽ പിന്നെ നമ്മൾ രാത്രിയാകുമ്പോൾ അങ്ങ് ഞെട്ടി ഉണരും. അത് കാരണം ഉറങ്ങുന്നത് കുറച്ച് ലേറ്റായിട്ടാണെങ്കിൽ ഒറ്റ ഉറക്കത്തിന് നേരം വെളുക്കും. നമ്മൾ നല്ല ഓക്കെ ആയിരിക്കും രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അത് കാരണം ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ഇപ്പോൾ കിടന്നുറങ്ങുന്നത്. അതിന് മുൻപ് എൻ്റെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുകയാണ് ഒരു വീഡിയോ ഇട്ടിട്ട് കിടന്നുറങ്ങുന്ന ഒരു ശീലം അങ്ങ് ആയിരിക്കുകയാണ്. വീഡിയോസ്
ചില ആൾക്കാർക്കൊന്നും പിടിക്കത്തില്ല. എന്നാലും എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുറന്നു പറയുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നു. കുറേ കൂട്ടുകാർ വീഡിയോസ് കാണുകയും ചെയ്യുന്നുണ്ട്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുക. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.